നമസ്തേ. നന്മയുടെ മേൽ തിന്മയ്ക്ക് ആധിപത്യം ഉള്ളതുപോലെ തോന്നുന്നതായിട്ടുള്ളൊരു കാലഘട്ടമാണ് കലിയുഗം എന്ന് പറയുന്നത്. ആ ഒരു കലിയുഗമാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മുൻപുള്ള പല വീഡിയോകളിലും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈ കലിയുഗത്തിൻ്റെ യഥാർത്ഥ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഈ കലിയുഗത്തിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് താഴ്ന്ന ബോധവും ഉയർന്ന ബോധവും തമ്മിലുള്ള ഈ രണ്ട് ബോധവൈരുദ്ധ്യങ്ങളും ഒരുമിച്ച് ഉള്ള പ്രവർത്തനങ്ങളാണ്. അപ്പോൾ എന്താണ് താഴ്ന്ന ബോധം, ഉയർന്ന ബോധം എന്നൊക്കെ ഉള്ളത് മുൻപുള്ള വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എക്സ്പാൻഷൻ ഓഫ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ അവേക്കനിങ്, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഉയരുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് എല്ലാ മനുഷ്യൻ്റെയും ലക്ഷ്യം. പക്ഷെ പല ആളുകളും അതിൽ എത്താൻ സാധിക്കാതെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള താഴ്ന്ന ബോധത്തിലേക്ക് വീണു പോകുന്നതായിട്ടുള്ള അവസ്ഥ. ഇപ്പോൾ ഒരു മനുഷ്യന് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷെ അവൻ അറിയാതെ ഒരു ക്രിമിനലായിട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏത് മനുഷ്യനെ എപ്പോൾ എങ്ങനെയാണ് സ്വഭാവം മാറുന്നതെന്നുള്ളത് നമുക്ക് ഈ കലിയുഗത്തിൽ പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ വളരെ വൈഷമ്യം പിടിച്ചതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ബോധവൈരുദ്ധ്യമാണ് ഒന്നാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. ഒരു വിഭാഗം ആളുകൾ വളരെ ഇമ്പൾസീവായിട്ട് തോന്നിയതുപോലെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥ. മറ്റൊരു വിഭാഗം ആളുകളാകട്ടെ വളരെ ഡീപ്ലി അവെയർ ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ഒരവസ്ഥ. അപ്പോൾ സെയിം വേൾഡ് ഡിഫറൻറ്റ് അവെയർനെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, ഇത് കലിയുഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ബോധവൈരുദ്ധ്യത്തിൻ്റെ അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് സ്പ്ലിറ്റുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള ഒരു പ്രധാന ലക്ഷണമാണ്. നമ്മൾ ഈ കലിയുഗത്തിൻ്റെ പല അവസ്ഥകളെ അനലൈസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അടുത്തതായിട്ട് വരുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമ്പൾസീവായിട്ടുള്ള ബിഹേവിയർ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചിന്തിക്കാതെ ആക്ഷൻ ചെയ്യുന്നു, അതായത് പ്രവർത്തിക്കുകയാണ്. ആളുകൾ എടുത്തു ചാടി ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ റിയാക്ഷൻ ചെയ്യുന്നു, അഗ്രഷൻ ചെയ്യുന്നു. അങ്ങനെയുള്ളൊരവസ്ഥ നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ലോ അവെയർനെസ് ഈസ് ഈക്വൽ ടു ഫാസ്റ്റ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് ഈ ബോധമണ്ഡല വികാസത്തിൻ്റെ അല്ലെങ്കിൽ അവെയർനെസ് കുറയുന്ന അവസ്ഥ ഉണ്ടാകുന്ന സമയത്താണ് പെട്ടെന്ന് റിയാക്ഷൻ വരുന്നത്. അല്ലെങ്കിൽ മനുഷ്യൻ എപ്പോഴും ആലോചിച്ചതിന് ശേഷം മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ. തലയിൽ തോന്നുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ മനുഷ്യൻ്റെ അത്രയും മോശപ്പെട്ടൊരു സംഗതി വേറെ ഉണ്ടാവില്ല. അപ്പോൾ തലയിൽ തോന്നുന്ന എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കാനും ഒഴിവാക്കി കളയാനായിട്ടും പറ്റുന്നു എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മനുഷ്യനെതിരായിട്ട് തിരിയുന്നു എന്നുള്ളതാണ്. ഇത് പണ്ട് തൊട്ടേ നമ്മൾ പറഞ്ഞു കേൾക്കുന്നതായിട്ടുള്ള ഒരു ലക്ഷണമാണ് പല പുസ്തകങ്ങളിലും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല രീതിയിലുള്ള ഫാമിലി കോൺഫ്ലിക്റ്റുകൾ, അല്ലെങ്കിൽ ട്രസ്റ്റ് ബ്രേക്ക് ഡൗണുകൾ, വിശ്വാസം തകർന്നു പോകുന്നതായിട്ടുള്ള അവസ്ഥകൾ. ഈ സ്നേഹം എന്ന് പറയുന്ന സംഗതിയൊക്കെ പലരും മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമായിട്ട്, ട്രസ്റ്റ് എന്ന് പറയുന്ന സംഗതി മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥ. അപ്പോൾ കണക്ഷൻ കുറയും, ഈഗോ കൂടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റിസൾട്ട് എന്ന് പറയുന്നത്. മനുഷ്യൻ തമ്മിലുള്ള ബന്ധങ്ങൾ നശിച്ചു പോകുന്നു, അല്ലെങ്കിൽ അതിന് വിലയില്ലാണ്ടാകുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ ഈഗോ വളരെയധികം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകങ്ങളായിട്ട് വർക്ക് ചെയ്യുകയാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ അഗ്രഷൻ ആൻഡ് വയലൻസ് വിസിബിളി വർദ്ധിക്കുന്നു. അപ്പം നമ്മൾ സമൂഹത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്തെല്ലാം തരത്തിലുള്ള ക്രൈമുകളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ കോപത്തിൻ്റെ പുറത്തും, പ്രത്യേകിച്ച് ചില സമയത്ത് കാരണം പോലും ഇല്ലാതെയാണ് പല സ്ഥലങ്ങളിലും ഈ കൊലപാതകങ്ങൾ പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം മനുഷ്യൻ ഭയങ്കരമായിട്ട് ഇൻടോളറൻസ് കാണിക്കുകയാണ്. വേറൊരു മനുഷ്യനോട് ക്ഷമിക്കാനോ അല്ലെങ്കിൽ സഹിക്കാനോ ഒന്നും പറ്റുന്നില്ല. ഇമോഷണൽ കൺട്രോൾ വളരെയധികം കുറയുന്ന ഒരു സൊസൈറ്റി ആയിട്ട് പല സമൂഹങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ചാമത്തെ വസ്തുത എന്ന് പറയുന്നത് ഫിയർ ബേസ്ഡ് ലിവിങ് നോർമൽ ആകുന്നു എന്നുള്ളതാണ്. അതായത് പേടിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരുതരം ജീവിതം. അത് ചിലപ്പോൾ യുദ്ധത്തിനെ ആയിരിക്കും നമ്മൾ പേടിക്കുന്നത്. ഇപ്പം റീസെൻ്റ്ലി നമ്മൾ പല രീതിയിലുള്ള യുദ്ധങ്ങൾ കണ്ടു. അപ്പോൾ അത് നമ്മളെയും അത് ബാധിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി എന്നുള്ളതാണ്. അത് നമ്മുടെ ഇന്ധന വില വർദ്ധിപ്പിക്കാനും, അല്ലെങ്കിൽ രാജ്യത്തെ പല കാര്യങ്ങളും ചിലപ്പോൾ സ്റ്റക്കായി പോകുന്ന അവസ്ഥയിൽ വരെ വേറെ രാജ്യങ്ങളെ യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആകുമെന്നുള്ളതാണ്. അപ്പോൾ രോഗങ്ങൾ വർദ്ധിക്കുന്നു. ഈ രോഗങ്ങളെ നമ്മൾ ഭയക്കുകയാണ്. ഇപ്പോൾ കോവിഡിന് ശേഷം പല രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന് മുൻപ് ശേഷമൊക്കെ ആയിട്ട് നമ്മൾ നിപ്പ പോലുള്ള പ്രശ്നങ്ങളും പലതും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രോഗങ്ങളെ ഭയന്ന് നമുക്ക് വാക്സിൻ എടുക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ നമ്മൾ പേടിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ഒരവസ്ഥ. ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം, പണ്ടൊന്നും അങ്ങനെയുള്ളൊരു സംഗതി വളരെ കുറവായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് വളരെയധികം പേടിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മളൊരു അൺസർട്ടനിറ്റി, അതായത് ഇനി എന്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ പോലും നമുക്ക് ഉറപ്പില്ല, അതിനെ പോലും നമ്മൾ ഭയക്കുകയാണ്. അപ്പോൾ ഫിയർ എക്കണോമി കൺട്രോൾസ് അറ്റൻഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. ഭയമാണ് മനുഷ്യൻ്റെ ശ്രദ്ധയെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ അവൻ്റെ പ്രവർത്തനങ്ങളെ. ആറാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഡിക്ലൈൻ ആണ്. ഇപ്പോൾ മനുഷ്യൻ്റെ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ്, പല രീതിയിലുള്ള ജീവിത രീതിയും ഭക്ഷണവും, അതുപോലെ തന്നെ സ്ട്രെസ്സ് മനുഷ്യരിൽ വർദ്ധിക്കുന്നതും, ജോലി സ്ഥലത്തെ സ്ട്രെസ്സും,
അങ്ങനെയുള്ള അവസ്ഥയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഏർലി ഏജിങ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകുകയാണ്. നേരത്തെ തന്നെ പ്രായമായ പോലുള്ളൊരവസ്ഥ. ഒരു 30 വയസ്സ് എത്തുമ്പോൾ തന്നെ നമ്മൾ മിഡിൽ ഏജ് ആയോ എന്ന് തോന്നിപ്പോവും. അപ്പോൾ ജീവിതത്തിൻ്റെ സ്പീഡ് വർദ്ധിക്കുകയാണ്. മനുഷ്യൻ്റെ മനസ്സിൻ്റെ സ്റ്റെബിലിറ്റി ഓഫ് മൈൻഡിനേക്കാളും ലൈഫിൻ്റെ സ്പീഡ് മുന്നോട്ട് പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള ഫീലിങ്ങുകളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അത് മാത്രമല്ല, ആയുർദൈർഘ്യത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 7ാമത്തെ കാര്യം എന്ന് പറയുന്നത് നേച്ചർ ഇംബാലൻസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നു. ഇപ്പോൾ ആനിമൽസ് ഹ്യൂമൻ സോൺസിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ക്ലൈമറ്റ് ഷിഫ്റ്റ് ഉണ്ടാകുന്നു, കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ. അതുപോലെ ഹ്യൂമൻ ഇംബാലൻസ് റിഫ്ലക്റ്റ് ഇൻ നേച്ചർ എന്നുള്ളതാണ്. മനുഷ്യൻ തന്നെ ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തികൾ, മരങ്ങളെല്ലാം വെട്ടിമുറിച്ച് നമ്മൾ പല രീതിയിലുള്ള ബിൽഡിങ്ങുകളും വീടുകളും റോഡുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ വെട്ടിമുറിക്കൽ മാത്രമേ നടത്തുന്നുള്ളൂ. നമ്മൾ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ഓരോ ദിവസവും നമ്മുടെ ഈ പറയുന്ന പച്ചപ്പ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാട്ടിൽ മാത്രം പോരാ മരങ്ങൾ, നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തും ഈ മരങ്ങൾ വേണമെന്നുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു റിസൾട്ട് തന്നെ നമുക്കിപ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. കാരണം AC പിടിപ്പിച്ച് അതിന് പൈസ കൊടുക്കുന്നതിനേക്കാളും എളുപ്പമായിരുന്നു നമുക്ക് ചുറ്റിനും മരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ തണലിൽ ആയിരിക്കുന്നത്. പക്ഷേ മനുഷ്യന് ഇപ്പോഴും അതിനെക്കുറിച്ച് സീരിയസ്നെസ് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം ഇത്രയും കെയോട്ടിക്കായിട്ട് ഇത്രയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഒരു പാരലൽ അവേക്കനിങ് നടക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ഈ ഒരു സാഹചര്യത്തിൽ പോലും പലർക്കും മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. പലരും സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് ചിന്തിക്കുന്നു. പലരും സെൽഫ് അവെയർനെസ് റൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് മനുഷ്യനിൽ ബോധവികാസം ഒരു ന്യൂനപക്ഷത്തിന് നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നിരാകരിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ആ ന്യൂനപക്ഷം വളർന്ന് ഒരു ഗ്ലോബൽ എൻലൈറ്റിൽമെൻറ്റിലേക്ക് വരുമെന്ന് നമുക്ക് തൽക്കാലം സ്വപ്നം കാണാനാണ് ഇപ്പോൾ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഡാർക്ക്നെസ് കൂടുമ്പോൾ ലൈറ്റ് അന്വേഷിക്കുന്നവരും കൂടി വരും എന്നുള്ളതാണ്. അപ്പോൾ അതൊരു മതത്തിൻ്റെ ഉള്ളിൽ കൂടെയുള്ളൊരു പോക്കിനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം മതത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ അത് ഒരു അക്വേറിയത്തിലെ ഫിഷിനെ പോലെയാണ്. അതായത് അതിന് അതിൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ട്. സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുമ്പോൾ അത് കടലിൽ നീന്തുന്ന മീനിനെ പോലെയാണ്. അപ്പോൾ മതം എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ഒരു അനുഭവവും അനുസരണവുമായിട്ട് മാറുമ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയാണ് മാറി വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്തിൽ മൊത്തത്തിൽ കാണുന്നതായിട്ടുള്ള പല കാര്യങ്ങളും കൂട്ടിച്ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ കലിയുഗം എന്നത് ഒരു ശാപം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഇതൊരു ട്രാൻസിഷണറിയാണ്. ഇതൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫിൽട്ടറിങ്ങിൻ്റെ ഒരു സമയമാണ്. അപ്പം നമ്മൾ താഴേക്ക് പോകുമോ അല്ലെങ്കിൽ ബോധത്തോടെ ഉയരുമോ എന്നുള്ളതാണ് ഏറ്റവും അവസാനമായിട്ട് ഞാൻ ഈ ഒരു സംഭാഷണത്തിൽ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. അതോടുകൂടി നമുക്ക് തൽക്കാലത്തേക്ക് നിർത്താം. മറ്റൊരു വീഡിയോയിൽ കാണാം. നമസ്തേ.